കാശ്മീർ വ്ലോഗ് പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വീഡിയോയ്ക്കകത്ത് ഡൽഹിയിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയാണ് കാണിക്കുന്നത്. ഇതുവഴിയാണ് ഇനി താഴോട്ട് ഇറങ്ങേണ്ടത്. ഫസ്റ്റ് പാർട്ടി പറഞ്ഞ പോലെ നമ്മുടെ യാത്ര കശ്മീരിലേക്കാണ്. 1-2 വണ്ടി മാറി കയറി 7 കിലോ ഉള്ള എൻ്റെ പെട്ടി ഞാൻ കയറ്റിവിട്ട് നേരെ നടന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. വെളുപ്പിനെ 3 മണിയാണെന്ന് പോലും നോക്കാതെ വയറ് നിറച്ച് ഫുഡും കഴിച്ച് ഞാൻ നേരെ വിട്ടു ഫ്ലൈറ്റ് കയറാൻ. ഫ്ലൈറ്റിൽ കയറി ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഇൻഡിഗോയിലെ എയർ ഹോസ്റ്റസുമാർ എനിക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞ് എൻ്റെ ഉറക്കം തന്നെ ഇല്ലാതാക്കി. വിൻഡോ സീറ്റ് പ്രതീക്ഷിച്ച് വന്ന എനിക്ക് കിട്ടിയത് മിഡിൽ സീറ്റ് ആണെങ്കിലും വലത് സൈഡിലിരുന്ന അമ്മാവൻ കാഴ്ചകൾ കാണാൻ എനിക്ക് അവസരം ഒരുക്കി തന്നുകൊണ്ട് ആ പരാതി അങ്ങ് തീർന്നു. പക്ഷേ മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വലത്തിലിരുന്ന അമ്മാവനും ഇടത്തിരുന്ന അമ്മാവനും മാറി മാറി ഉറങ്ങിയും കൊണ്ട് ഞാനും കിടന്നങ്ങ് ഉറങ്ങി. രാത്രിയിൽ ഒരു പോള കണ്ണടയ്ക്കാഞ്ഞും കൊണ്ട് ഇടത്തെ കണ്ണിൻ്റെയും വലത്തെ കണ്ണിൻ്റെയും പോളകൾ മാറി മാറി അടച്ച് ഞാൻ വിശ്രമിച്ചു. കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഹൈദരാബാദിൽ നിന്നും ഡൽഹി ഫ്ലൈറ്റിലേക്ക് മാറി കയറണം. ഡൽഹി ഫ്ലൈറ്റിലെങ്കിലും വിൻഡോ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് എനിക്ക് കിട്ടിയത് ആർക്കും വേണ്ടാത്ത സൈഡ് സീറ്റ്. വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും കിടന്ന് ഞാൻ ഉറങ്ങി. ട്രിപ്പ് തുടങ്ങുമ്പോൾ എൻ്റെ അവസ്ഥ തിന്നെ ഉറങ്ങുക ഇത് തന്നെ. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല. മുമ്പോട്ടുള്ള യാത്രയിൽ എനിക്കൊപ്പം നാട്ടിൽ നിന്ന് കയറിയ 2 സുഹൃത്തുക്കളൂടെ ഉണ്ട്. വെയിറ്റിംഗ് ഹോട്ടലിൽ എടുത്ത് നേരെ നടന്നു അവരെ തപ്പി. അപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. പില്ലർ നമ്പർ 8 നിൽപ്പുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എങ്ങാനും ഒരു യുദ്ധം നടന്നാൽ വെള്ളക്കൊടി കാണിക്കാൻ വേണ്ടി രണ്ടുപേരും വെള്ളം ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. ഷട്ടൂരി കറക്കിയാൽ മതിയല്ലോ. ഹലോ, നമസ്കാരം. സുഖല്ലേ? അബീനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. കൂടെയുള്ളതാണ് നമ്മുടെ സ്വന്തം റഹീമിക്ക. ഞങ്ങൾ എല്ലാവരും കൂടി ഇനിയും അടുത്തത് കുറച്ച് ഷോപ്പിങ്ങിന് പോവാം. നമ്മൾ മെട്രോ കയറി പോകാൻ പോവുകയാണ് JP മാർക്കറ്റിലേക്ക്. എന്താ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ കശ്മീരിൽ പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ കയറിയപ്പോൾ ഡൽഹി എക്സ്കലേറ്റർ വരെ വരച്ചുപോയി. ഈ ട്രിപ്പോട് കൂടി 500 അല്ല 50,000 സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ലക്ഷ്യം. ലേവി മേളിൽ എയർപോർട്ടും താഴെ മെട്രോയും. ഇങ്ങനൊരു സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ്. ടിക്കറ്റൊക്കെ എടുത്ത് 1.5 കിലോമീറ്ററുള്ള ടെർമിനലിൻ്റെ അടിയിൽ കൂടി മെട്രോയിൽ കയറാനായിട്ട് ഏതൊക്കെയോ ലൈൻ പിടിച്ച് നടന്നു. ഒരു ഓട്ടോറിക്ഷ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇവരെ ചിന്തിച്ചു പോയി. ഇവിടെയാണെങ്കിൽ പച്ച മഞ്ഞ നീല എല്ലാ കളറിലും ലൈനുണ്ട്. അതെ, ഇഷ്ടപ്പെട്ട കളർ ഏതാ? നമുക്കല്ലെങ്കിലും പണ്ടേ നീലയോടാണ് പ്രേമം. നീല അതൊരു വികാരമാണ്. ടിക്കറ്റ് ഒന്ന് കാണിച്ചേ. എന്നതാ മൊത്തം ഹിന്ദിയാണല്ലോ. ഞാൻ പറയുന്നത് സ്കൂളിൽ ഹിന്ദി പഠിപ്പിച്ചപ്പോൾ ക്ലാസ്സിൽ മര്യാദയ്ക്ക് പഠിക്കണമായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റ് ആണെങ്കിലും മെട്രോ കറക്റ്റ് സമയത്ത് എത്തിയതുകൊണ്ട് നമ്മൾ അതിൽ കയറി യാത്ര സ്റ്റാർട്ട് ചെയ്തു. അടുത്ത സ്റ്റേഷൻ ചാന്ദിനി ചോക്ക്. അല്ല, നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ ചാന്ദിനി ചോക്ക്. ലൈൻ മാറി കയറാൻ പോവാം. മസിലൊക്കെ തള്ളി വന്നല്ലോ. മെട്രോയ്ക്കുള്ളിൽ ഒരു ക്രിക്കറ്റ് താരത്തിനെ കണ്ട സന്തോഷത്തിലാണ് ഞാനും അബി. ആരാണ് മനസ്സിലായവരൊന്ന് കമന്റ് ചെയ്തേര്. ഇതാണിപ്പോൾ ചാന്ദിനി ചോക്ക്. ചാന്ദിനി ചോക്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനിയും നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് കഴിച്ചിട്ട് സാധനമൊക്കെ ഒന്ന് വെക്കുന്നു. പിന്നെ കുറച്ച് ഷോപ്പിംഗ്. ഇതാണ് അടുത്ത പ്ലാൻ. കാര്യമായ പ്ലാനിങ്ങിലാണ് മുമ്പോട്ടുള്ള നടത്തമെങ്കിലും ഈ പ്ലാനിങ് ഒക്കെ തെറ്റുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. കുറച്ച് നടന്നപ്പോൾ സൈക്കിളിൽ ഓട്ടുന്ന ചേട്ടന്മാർ വന്നിട്ട് വാ നമ്മളെ കയറ്റിട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഇറക്കി വിടാമെന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കുന്ന സ്ഥലം വരെ വെയിൽ കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളും കയറി. കൗതുക ഇച്ചിരി ലേശമായതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടിയിൽ കയറിയെങ്കിലും അവസാനം പണി കിട്ടുമെന്ന് ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഈ ഒരു വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങ് നോക്കിയാലും സൈക്കിൾ റിക്ഷകൾ മാത്രം. ഏതാണ്ട് ഒരു 50 വർഷം പുറകിലേക്ക് സഞ്ചരിച്ച പോലെ ടൈം ട്രാവൽ ചെയ്തൊരു ഫീലായിരുന്നു. ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല. ഡൽഹിയിലെ ഇപ്പോഴത്തെ ഒരു പൊല്യൂഷൻ കുറയ്ക്കണമെങ്കിൽ ഇതേ ഉള്ളൊരു മാർഗം. സത്യം പറഞ്ഞാൽ ഇത് വളരെ വ്യത്യസ്തരമായ ഒരു അനുഭവമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഒരു പഴയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ പണി എന്താ കിട്ടിയെന്ന് വെച്ചാൽ പറഞ്ഞ സ്ഥലത്തൊന്നുമല്ല ഇവർ കൊണ്ട് ഇറക്കിയത്. വീണ്ടും 300 മീറ്ററോളം നമുക്ക് നടക്കേണ്ടി വന്നു ഈ ലഗേജ് എല്ലാം ചുമ്മിക്കൊണ്ട്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ആ പറഞ്ഞ ഹോട്ടലിൽ തന്നെ ചെന്നെത്തുക എന്നുള്ളതായിരുന്നു. അവിടെ ചെന്ന് എത്തിയപ്പോഴാണ് ഞങ്ങളുടെ കണ്ണ് ശരിക്കും തള്ളിപ്പോയത്. എൻ്റെ പൊന്നടവ് സ്റ്റെപ്പാണോ ഏണിയാണോ എന്ന് പോലും മനസ്സിലാവുന്നില്ല. 80-90 ഡിഗ്രിയിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ബാഹുബലി ശിവലിംഗം പൊക്കി കയറ്റുന്ന പോലെ പെട്ടിയെല്ലാം മേളിലെത്തിച്ചു. അടുത്ത എൻ്റെ സംശയം ഈ സ്റ്റെപ്പിന് എങ്ങനെ ഇറങ്ങുമെന്ന് അറിയത്തില്ല. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് എൻ്റെ കണ്ടുപിടുത്തത്. റെസ്റ്റോറൻറ്റിന് നല്ല വൃത്തി ആംബിയൻസും ഉള്ളതും കൊണ്ട് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നു ഞാൻ എയറിൽ പോയിട്ട് ഒരിക്കലും ഭൂമിയിൽ തിരിച്ചെത്തത്തില്ലായിരുന്നു. വിശന്ന് വലഞ്ഞിരുന്നേ കൊണ്ട് ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. നാരങ്ങ വെള്ളമൊന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടു തന്നത് വേറെ എന്തോ കലക്ക വെള്ളമായിരുന്നു. അബി, സോഡ നാരങ്ങ എങ്ങനെയുണ്ട്?
ഒന്ന് മനസ്സിരുത്തി അത് കുടിച്ചു നോക്ക്. ഇക്ക ഫുഡ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലേ? സോഡ ലൈമിൽ ചെറുതായിട്ടൊന്ന് പാളി. എത്ര കഠിനമായി പരിശ്രമിച്ചിട്ട് നാരങ്ങാ വെള്ളം അങ്ങോട്ട് തീരുന്നില്ലായിരുന്നു. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ കുറച്ച് നാളുള്ളത് കൊണ്ട് ഏത് രീതിയിലുള്ള ഫുഡും എനിക്കിറങ്ങും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവസാനം ബില്ല് വന്നപ്പോഴാണ് കണ്ണ് തള്ളിപ്പോയത്. 150 സോഡ ലൈമെന്നും പറഞ്ഞ് എന്തോ ഒരു കലക്കവെള്ളം കൊണ്ട് തന്നേക്കുന്നു. അൺസഹിക്കബിൾ. ഈ കാണുന്ന കട നോക്കിയാണ് വന്നത്. 10,000 ഗൂഗിൾ റിവ്യൂ. ഭാഗ്യത്തിന് അവിടെ കയറിയില്ല. ഇതുവഴിയാണ് ഇനി താഴോട്ട് ഇറങ്ങേണ്ടത്. ശരിക്കും വീഡിയോ എടുത്തുകൊണ്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എനിക്ക് മറ്റേ ഹയർ ഫോർട്ട് ആണോ ഓർമ്മ വരുന്നത് അഭി? ഇത് കാണുമ്പോൾ പ്രിക്കോഷൻസ് എടുക്കണം ആദ്യം. അടുത്ത നമ്മൾ കാശ്മീരിൻ്റെ വെതറിന് പറ്റിയ ജാക്കറ്റ്സും കുറച്ച് ക്ലോത്ത്സും മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഓട്ടോയിൽ കയറിയപ്പോൾ തന്നെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ നമുക്ക് വേണ്ടിയ സാധനം കിട്ടിയില്ലെങ്കിൽ പൈസ തരത്തില്ലെന്ന്. പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയ സാധനം മേടിച്ച് നിങ്ങളുടെ പെട്ടിയിലാക്കി പാഴ്സൽ ചെയ്ത് നിങ്ങളെ കാശ്മീർ എത്തിച്ചിട്ട് പൈസ തന്നാൽ മതി. പിന്നെ പണ്ട് പുള്ളി കേരളത്തിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡൊന്നും അത്ര പിടിച്ചിരുന്നില്ല. ഡൽഹിയിലെ ഫുഡാണ് നല്ലത്, മുട്ടയുള്ള ബിരിയാണി ഒന്നും ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ബിരിയാണി വേണ്ട, बिरयानी ചിക്കൻ सुपर सबसे ज़्यादा सुपर तो हैदराबाद का ഹൈദരാബാദ്. പുള്ളി ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട് ഞങ്ങൾക്ക് ഡൽഹി റെയിൽവേ സ്റ്റേഷനും അതുപോലെ റെഡ് ഫോർട്ടും ഒരു തവണ മാത്രമേ യാത്രയിൽ കാണാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ഒട്ടും വൈകാതെ ഡൽഹിയുടെ അധോലോകമെന്ന് തോന്നിക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചു. ആരൊക്കെ ഉണക്കാനിട്ട ജീൻസൊക്കെ ഇവിടെ വിൽക്കാനിട്ടിട്ടുണ്ട്. കഴുകാനിട്ടേക്കുന്ന കഴുകി ഇട്ടേക്കുക അവര്. എൻ്റെ ലൈഫിൽ ഇത്രയും ആത്മാർത്ഥതയോടെ സഹായിക്കുന്ന ഒരു ഓട്ടോക്കാരനെ ഞങ്ങളാരും ഇന്ന് വരെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോ, തുണി വേണേൽ മേടിച്ചോ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് തുണി കിട്ടുന്ന കട ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് പുള്ളി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുക. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. സംഭവമൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചൊരു ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഇഷ്ടപ്പെട്ടില്ലേ മേടിക്കേണ്ട, വേറെ സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പുള്ളിയും. വുഡ്ലാൻഡ് എന്ന് പറഞ്ഞ് തന്ന ബെൽറ്റിൽ എഴുതി വെച്ചേക്കുന്നത് വണ്ടർലാൻഡ് എന്ന്. അന്നാ 150-ന് 2 മേടിച്ചിട്ടേ ഉള്ളെന്ന് പറഞ്ഞ് വീണ്ടും ചെന്ന് 2 കൂടി അങ്ങ് മേടിച്ചു. അല്ല പിന്നെ അതിനുശേഷം പാലിക ബസാറിൽ എത്തിയപ്പോൾ കാശ്മീരി മരിച്ച ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് എല്ലാവരും ഒത്തുകൂടിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മളങ്ങനെ ജാക്കറ്റ് നോക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയേക്കോ. പാലിക ബസാർ ഇവിടെ എന്താ ഉള്ളതെന്നോ? പാലിക ബസാറിൽ ഒരുപാട് ക്ലോത്ത്സ് ഐറ്റംസ് നിങ്ങൾക്ക് വേണ്ടിയതെല്ലാം ഇവിടെ കിട്ടും. ഇത് ശരിക്കും ഒരു വലിയ മാർക്കറ്റാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇവിടെ കിട്ടാഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ ഷോപ്പിംഗ് എല്ലാം അവസാനിപ്പിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഊബർ ബ്ലാക്ക് നമ്മളങ്ങ് ബുക്ക് ചെയ്തു. നമ്മൾ റിച്ച് ആയിട്ടപ്പോൾ പോകാൻ പോകുന്നത്. ഒറ്റപ്പെട്ടിയിൽ തീർത്താ 2 പെട്ടികളും സുഖമായി പുറകിൽ കുത്തിക്കേറി സ്ഥാനം ഉറപ്പിച്ചപ്പോൾ എൻ്റെ പെട്ടി എന്നെ നോക്കിയിട്ടൊരു ചോദ്യം, എന്നെ എന്താ തവിട് കൊടുത്ത് മേടിച്ചതാണോ എന്ന്. നല്ല ട്രാഫിക് ഉള്ളത് കൊണ്ട് വെറും 1 കിലോമീറ്റർ കവർ ചെയ്യാൻ 15 മിനിറ്റോളം എടുത്തു. ട്രെയിനിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് വെറുതെ ഒരു ചേട്ടനോട് സംസാരിച്ചപ്പോൾ പുള്ളി ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. കാശ്മീരിലോട്ടാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും കാശ്മീരിൽ നിന്ന് തിരിച്ചു വരുന്ന ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ കാശ്മീരിലേക്ക് പോകാൻ കാണിച്ച ധൈര്യം സമ്മതിച്ചു തന്നിരിക്കുന്നെന്ന്. പിന്നല്ല, ജിമ്മിൽ പോകുന്നത് കൊണ്ട് എന്താണ് ഉപയോഗം എന്ന് ചോദിക്കുന്ന എല്ലാവർക്കും ഉള്ള മറുപടിയാണ് ഈ കാണുന്നത്. തലയിൽ 15 കിലോയുടെ പെട്ടിയും പുറത്ത് 7 കിലോയുടെ ബാഗും. എത്ര പേരെ കൊണ്ട് സാധിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി പെട്ടി ചുമ്മിൻ്റെ ക്ഷീണം മാറാനായിട്ട് ലേശം പ്രോട്ടീൻ പൗഡർ. ട്രെയിൻ വന്നിരിക്കുകയാണ് നമ്മുടെ രാജധാനി ജമ്മു താവി. ഒരാൾ ആ വഴി കയറി, ഞാൻ നടുക്കൂടി ഗ്ലാസ് പൊട്ടിച്ച് കയറാം. രസം. ട്രെയിൻ എടുത്ത പിന്നെ ഇതങ്ങോട്ടാ
അവസാനം സീറ്റ് തപ്പി തപ്പി എത്തിയത് അങ്ങേയറ്റത്തെ ഡോറിൻ്റെ അവിടെ. നന്നായി. ഇവിടെ വരാനായിരുന്നു എവിടെ വേണേലും ഇരുന്നു. താങ്ക്സ്. അബി എന്നോട് ഇപ്പോ താഴത്തെ സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും, മേളത്തെ സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കും. പക്ഷെ ജമ്മു ചെന്നിട്ടേ കാറിന്റെ ഫ്രണ്ട് സീറ്റ് ചോദിച്ചാൽ തരൂല്ല. ഇല്ലേ അബി? അബി എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ്? ഇന്നത്തെ ദിവസത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ദിവസം ദാനിയുടെ മണ്ടത്തരങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മുടെ അനിയനെ കണ്ടോട്ടോ. അനിയൻ ഡൽഹി മുഴുവൻ ചൂടിൽ നടന്ന് കഷ്ടപ്പെട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. ഫുഡ് കൊണ്ടതില്ലേ? അപ്പൊ ഫുഡ് പ്രതീക്ഷയാണ് ആ പുള്ളി ഇരിക്കണത്. പോയാലുള്ള ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്താ പറയാ, വഴിതെറ്റിപ്പോ. പിന്നെ നമ്മള് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരണം. ഒരു വലിയ മെനക്കേടാ. ഈ കണ്ണാപ്പികളൊക്കെ കൊണ്ടുപോകണം. നമ്മളെ പറഞ്ഞാൽ മതിയല്ല. ഇവിടെ ഇരുന്ന് കഴിക്കാമല്ലോ, താഴെ കണ്ണാടി വെച്ചില്ല കണ്ണുണ്ട് എവിടെയൊക്കെ വഴിതെറ്റിപ്പോ. പിന്നെ നമ്മളെ പിടിച്ചോണ്ട് വരണം. അതാണ് ഏറ്റവും വലിയ. പിന്നെ നടക്കാൻ വയ്യ, മുടിയില്ലാത്തവരോട് തൊപ്പി വെച്ചേക്കണം. 2 സ്റ്റെപ്പ് കയറുമ്പോഴേ വയ്യ, ചത്തിരിക്കുക. പിന്നെ നമ്മളെ നോക്കിക്കൊണ്ട് വരണം. ലാസ്റ്റ് യൂണിയൻകാരെ വിളിച്ച് അവിടെ വരെ കൊണ്ടുവന്ന് നോക്കി എടുത്തോണ്ട് എന്തോ പറയാ. ചന്തുവിന്റെ ആയുധങ്ങളൊക്കെ എടുത്ത് ഉപയോഗിച്ച് ആയുധങ്ങളുടെ പ്രവർത്തനമൊക്കെ ശരിയായ രീതിയിലാണോ എന്ന് നോക്കുന്നത്. ആയുധം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു യുദ്ധം വരണ്ടേ? വരുമ്പോ കാണിച്ചു തരാം. യുദ്ധം വരട്ടെ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ് ഗൈസ്. ഐസ്ക്രീമുണ്ട്, പച്ചക്കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, ചോറുണ്ട്, അച്ചാറുണ്ട്, തൈരുണ്ട്, പിന്നെ ചപ്പാത്തിയുണ്ട്. അങ്ങനെ ഗായ്സ്, ഞങ്ങളെല്ലാവരും സുരക്ഷിതമായി ജമ്മുവിലെത്തി. ഈ കാണുന്നതാണ് ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ. സത്യം പറഞ്ഞാൽ സാധാരണ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഏതൊരു റെയിൽവേ സ്റ്റേഷനിൽ വെളുപ്പാങ്കാലത്ത് വന്നിറങ്ങിയാൽ ഈ ഒരു അന്തരീക്ഷം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഇവിടെ പട്ടാളക്കാരും അതുപോലെ യാതൊന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല. അതായത് ഒരു ഭീകരാന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ച് വന്നെങ്കിലും ഇവിടെ യാതൊന്നും കാണാനില്ല. വളരെ ശാന്തമായ ഒരു റെയിൽവേ സ്റ്റേഷൻ, അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ജമ്മു താവി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇദ്ദേഹമാണ് നമ്മുടെ ഡ്രൈവർ. ജമ്മുവിൽ നിന്നും ശ്രീനഗർ വരെ പുള്ളി നമ്മുടെ ഒപ്പം ഇനി ഉണ്ടായിരിക്കും. ഇനിയാണ് ശരിക്കുള്ള അഡ്വഞ്ചർ സ്റ്റാർട്ടാവുന്നത്. ഏപ്രിൽ 20 ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് നമ്മൾ പോകുന്ന റൂട്ടെല്ലാം ബ്ലോക്കായിരുന്നു. നമ്മളിവിടെ എത്തുന്നത് ഏപ്രിൽ 25. നമുക്ക് പോകാനായിട്ട് 2 റൂട്ടുകളാണ് ഉള്ളത്. ഒന്ന് ഹൈവേ കൂടി പോയി കഴിഞ്ഞാൽ 250 കിലോമീറ്ററിൽ ഏകദേശം 6.5 മണിക്കൂറിൽ നമുക്ക് ഡെസ്റ്റിനേഷനിലെത്താം. അല്ലെങ്കിൽ മുഗൾ റോഡ് വഴി പോവുകയാണെങ്കിൽ 350 കിലോമീറ്ററിൽ ഒരു 10 മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്താൻ പറ്റും. നമ്മൾ റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു മുഗൾ റോഡ് വഴി പോയാൽ മതി, നമുക്ക് സമയം ആവശ്യത്തിൽ കൂടുതലുണ്ട്. പക്ഷേ ഡ്രൈവറിൻ്റെ ഒരു വാക്ക് കേട്ട് നമ്മൾ ഹൈവേ സെലക്ട് ചെയ്തു. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും മറക്കാത്ത അനുഭവമായിരുന്നു. ഇവിടെയാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. ഇതുണ്ട്, ഇതൊക്കെ വെള്ളത്തിലായിരുന്നു.